മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്നോടൊപ്പം പ്രിയനോടൊപ്പം എന്ന് ഞാൻ പറയൂല, ഇത് പറയുന്നത് അവര് തന്നെയാണ്. മുഖ്യമന്ത്രി തന്നെയാണ് പറയുന്നത്. എന്നോടൊപ്പം എന്ന് പറഞ്ഞാല് ആരുടെയെങ്കിലും ഒപ്പം, അത് ജനങ്ങളോടൊപ്പം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് ജനങ്ങളല്ലേ പറയുന്നത്. മുഖ്യമന്ത്രി ഞങ്ങളോടൊപ്പം എന്ന് ജനങ്ങൾ പറയണം. ഇവിടെ മുഖ്യമന്ത്രി എന്നെ ആൾക്കാരെ കൊണ്ട് പറയിക്കുകയാണ് മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന്. അങ്ങനെ പറയിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഇതിപ്പോ ആകെ അവതാളത്തിലായെന്നാണ് കേൾക്കുന്നത്. ഇന്നലെ തൊട്ട് തുടങ്ങിയതാണ്. എന്താ അതിന്റെ വിശേഷം എന്ന് എനിക്ക് കേട്ടായിരുന്നു. പ്രിയൻ, ഞാനിപ്പോ എനിക്കൊരു റിലാക്സേഷൻ വേണം, അല്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കാത്ത കാര്യങ്ങളാണ് എന്നൊക്കെ തോന്നുന്ന സമയത്ത് ഞാൻ കാണുന്നൊരു ചാനലാണ് കൈരളി ചാനൽ. ഭയങ്കര കോമിക്കോളയാണ്. പണ്ട് സിനിമയിലൊക്കെ നമ്മൾ ഭയങ്കര റിലാക്സിങ്ങിന് വേണ്ടിയിട്ട് പഴയതൊക്കെ എടുത്ത് ഞാൻ കാണാറുണ്ട്, ഏഷ്യാനെറ്റിലൊക്കെ തന്നെ. ഇപ്പം എനിക്കിങ്ങനെ ഭയങ്കര ടെൻഷനിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കൈരളി വെക്കും. അപ്പോൾ കൈരളി ഇങ്ങനെ ഓരോ നമുക്ക് തമാശ തോന്നുന്ന കാര്യങ്ങൾ പറയും. അപ്പം ഞാൻ വേഗം മാറ്റി നോക്കുമ്പോൾ ഒരു ചാനലും ഇത് അനൗൺസ് ചെയ്യുന്നില്ല. എക്സ്ക്ലൂസീവ്, അതായത് CPM-കാരോടൊപ്പം, CPM-കാരായിരിക്കുമല്ലോ മിക്കവാറും മെയിനായിട്ട് കൈരളി കാണുന്നത്. ഞാനൊരു ജേർണലിസ്റ്റിൻ്റെ ഒരു കൗതുകത്തോടെ നോക്കുന്നതാണ് എല്ലാ ചാനലും കാണണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ മുഖ്യമന്ത്രി CPM-കാരോടൊപ്പം, വേറൊരു ചാനലും ഈ പരിപാടി അനൗൺസ് ചെയ്തിട്ടില്ല. അതിൽ പ്രിയ രസമുള്ള കാര്യം എന്താണെന്നറിയാമോ? എൻ്റെ സ്വഭാവം പറയാമല്ലോ. ഞാൻ വേഗം നമ്പർ എടുത്തു, എൻ്റെ മോനോടും പറഞ്ഞു വിളിക്കാൻ പറഞ്ഞു. ഞങ്ങൾ രണ്ടൊരു വിളിയാട്ടോ. അപ്പോൾ പറയാണ്, താങ്കൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ പരിധിക്ക് പുറത്താണ്, അല്ലെങ്കിൽ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. നമ്മുടെ മുഖ്യമന്ത്രി അതേ സ്വഭാവം, പ്രതികരിക്കൂല ഒന്നിനും. കഴിഞ്ഞ സമയം കഴിഞ്ഞു, അല്ലെങ്കിൽ പരിധിക്ക് പുറത്താണ്, കടക്കൂ പുറത്ത്, പരിധിക്ക് നമ്മളെ പുറത്ത് നിർത്തും ജേർണലിസ്റ്റുകളെ, അല്ലെങ്കിൽ പ്രതികരിക്കൂല, എൻ്റെ സമയം കഴിഞ്ഞു, ഇനി നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ അടുത്ത ദിവസത്തേക്ക് വെച്ചോളൂ. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്നറിയാമോ? പ്രിയന് കുറച്ച് നാളായിട്ട് എന്നെ അറിയാമല്ലോ, കുത്തിയിരുന്ന് വിളിച്ചു. രാത്രി ഒരു കോമിക്കോളയൊക്കെ ഇട്ടിട്ട് 3:30 മണിക്ക് എനിക്ക് ലൈൻ കിട്ടി. അപ്പോൾ ഒരു അശ്വതി എന്ന് പറഞ്ഞ മാഡം ലൈനിൽ വന്നു കേട്ടോ. ഒരു ചെറിയ വോയിസാണ്, യങ് വോയിസാണ്. അത് കാണിക്കുന്നുണ്ട്. കുറേ കൊച്ചു കുട്ടികളെയൊക്കെ വെറുതെ പിടിച്ച് അവർക്ക് ഇതിനൊക്കെ വേണ്ടി കിട്ടുന്ന പോലെ കുട്ടികളുണ്ടല്ലോ, മാർക്കുകളൊക്കെ കിട്ടുമല്ലോ പ്രോജക്റ്റിനൊക്കെ. അങ്ങനത്തെ കുട്ടികൾ നല്ല രസമായിട്ടൊക്കെ ഡ്രസ്സൊക്കെ ചെയ്തിരിക്കുന്നുണ്ട്. ഒരു അശ്വതി കുട്ടി എടുത്തു. അപ്പം മാഡം ആരാണ്? പത്മജ എസ് മേനോനാണ്. മാഡം അഡ്രസ്സ് നമ്മൾ കൊച്ചിൻ കോർപ്പറേഷൻ കൗൺസിലറാണ്. അതുപോലെ അഡ്രസ്സായിട്ട്. അപ്പോൾ ഏത് ഡിസ്ട്രിക്റ്റിൻ്റെ കൗൺസിലറാണ്? നമ്മൾ ഡിസ്ട്രിക്റ്റ് അല്ല, കൊച്ചിൻ കോർപ്പറേഷൻ്റെ കൗൺസിലറാണ്. ഓ, അപ്പോൾ ഡിസ്ട്രിക്റ്റ് അല്ല അല്ലേ? അല്ല, ഡിസ്ട്രിക്റ്റ് അല്ല. ഡിസ്ട്രിക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ എറണാകുളം ഡിസ്ട്രിക്റ്റ് വരും, പക്ഷെ കൊച്ചിൻ കോർപ്പറേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ തന്നെ കാര്യം മനസ്സിലായല്ലോ ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞ് എന്താ കൗൺസിലർ, ആരാ കൗൺസിലർ എന്നൊന്നും അറിയില്ല. കൗൺസിലർ എന്ന് കേട്ടിട്ടേ ഇല്ല. ഏത് ഡിസ്ട്രിക്റ്റിന്റെ കൗൺസിലർ ആണെന്നാണ് ചോദിക്കുന്നത്. കളക്ടർ എന്ന് വിചാരിച്ചിട്ടാണ്. പ്രിയ രസമുണ്ട് പ്രിയ. അതൊക്കെ ഞാൻ ആ കുട്ടിയുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. അതായത് ബാക്കിയുള്ള പാർട്ടികളുടെ കൗൺസിലർമാർക്ക് LDF ആണ് ഇവിടെ ഭരിക്കുന്നത്, CPM-ന്റെ മേയറാണ്. ബാക്കി ആരുടെയും കാര്യങ്ങൾ ഇവർ ഇടപെടുന്നില്ല, ഒന്നും ചെയ്തു തരുന്നില്ല. നമ്മൾ CSR ഫണ്ട് കൊണ്ടുവരികയാണെങ്കിൽ പോലും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. നിങ്ങളുടെ മന്ത്രി തന്നെ, രാജീവ് മന്ത്രി തന്നെ എല്ലാവരും CSR കൊണ്ടുവരണം, സ്വന്തം പോക്കറ്റിൽ കിടക്കുന്ന പൈസ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടും 3 കോടിയോളം രൂപ ഞാൻ കൊണ്ടുവന്ന് ഒന്നും മുന്നോട്ട് പോകുന്നില്ല, എൻ്റെ പേര് ഫലകത്തിൽ വരരുതെന്ന് വിചാരിച്ചിട്ടാണോ എന്നൊക്കെ ആ കുട്ടികൾ രാത്രി 3:30 മണിക്കാണ്. പക്ഷെ അവർ ഫ്രഷായി സംസാരിച്ചിട്ടോ 48 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് മറുപടി കിട്ടും. ആരിൽ നിന്ന് കിട്ടും? അത് മുഖ്യമന്ത്രിയിൽ നിന്ന്. മുഖ്യമന്ത്രി എന്നെ വിളിക്കുവോ? അത് ഉദ്യോഗസ്ഥന്മാർ വിളിക്കും. അപ്പം നമ്മൾ ഇവിടെ ഇരിക്കുന്നതും കൊച്ചിൻ കോർപ്പറേഷൻ സെക്രട്ടറി ഉദ്യോഗസ്ഥനല്ലേ, പലപ്പോഴും IAS ഓഫീസേഴ്സാണ് ഇരിക്കുന്നത്. അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം മുഖ്യമന്ത്രിയുടെ ഉദ്യോഗസ്ഥൻ എങ്ങനെ ചെയ്യും? അല്ല മാഡം, അത് ഒരു പരിഹാരം ഉണ്ടാക്കാം. നമുക്ക് ഏറ്റവും രസകരമായി തോന്നിയ കാര്യം എന്താണെന്നറിയാമോ? ജനങ്ങളാണ് ഭരണത്തിൻ്റെ കേന്ദ്രവും ലക്ഷ്യവും. ജനങ്ങളാണ് ഭരണത്തിൻ്റെ കേന്ദ്രവും ലക്ഷ്യവും. അതായത് നമ്മളുടെ വീണ വിജയനല്ല ഭരണത്തിൻ്റെ കേന്ദ്രം, മരുമകൻ റിയാസ് അല്ല കേന്ദ്രം ലക്ഷ്യവും. അവർക്ക് ഒരു നല്ല ജീവിതമല്ല, ജനങ്ങളാണ് ലക്ഷ്യം. പ്രളയം 2018 പ്രളയത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച വ്യക്തി ഇപ്പോഴും 10,000 രൂപ കിട്ടാത്ത ആളുകളുണ്ട്. അതുപോലെ ഊരാളുങ്കൽ സൊസൈറ്റി പല കാര്യങ്ങളും ചെയ്തിട്ട് അവിടെയും ഇവിടെയും എത്താത്ത കാര്യങ്ങളെല്ലാം നമുക്കറിയാം. എൻ്റെ ഡിവിഷനിലാണ് അവിടെ മലയിടുക്കിൻ്റെ വയനാട്ടിലുണ്ടായ ഇടിച്ചിലിൻ്റെ സമയത്ത് വീട് വെച്ചു കൊടുക്കാനെന്നും പറഞ്ഞിട്ട് ഈ DYFIക്കാർ അനധികൃതമായി തട്ടുകട നടത്തി എന്നെ ചുട്ടെടുക്കും ദോശച്ചട്ടിയിലിട്ട് എന്നൊക്കെ പറഞ്ഞു. ഇത്ര വീട് വെച്ചു.
നമുക്കറിയില്ല. അഭിമന്യുവിനെ കൊന്നതിൻ്റെ ആൾക്കാരെ അറസ്റ്റ് ചെയ്യാണ്ട് ബക്കറ്റ് പിരിവ് നടത്തി കോടിക്കണക്കിന് രൂപ കളക്ട് ചെയ്തിട്ട് ഇപ്പോഴും അഭിമന്യുവിൻ്റെ പേരിൽ പെൺകുട്ടികളെയും ആൺകുട്ടികളെയൊക്കെ കല്യാൺ സെൽസിലും പനമ്പള്ളിനകറിലൊക്കെ വെച്ച് പിരിവ് നടത്തുന്നു. സുഭാഷ് പാർക്കിന്റെ അവിടെ പോയാൽ കാണാലോ. ആരാ അഭിമന്യു എന്ന് പോലും അറിയില്ല. അവർക്കറിയില്ല. അഭിമന്യുവിനെ പിടിക്കാത്തെന്താ? നിങ്ങളുടെ സർക്കാർ തന്നെയല്ലേ? ഓ, അങ്ങനെയൊക്കെ ഉണ്ടോ? ഞങ്ങളടുത്ത് ഇന്ന് പിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി പറയുകയാണ്, ജനങ്ങളാണ് ഭരണത്തിന്റെ കേന്ദ്രവും ലക്ഷ്യങ്ങളും. പരാതികളും അഭിപ്രായങ്ങളും ചീഫ് മിനിസ്റ്റർ നേരിട്ട് കേൾക്കും. എൻ്റെ പരാതി കേട്ടില്ലല്ലോ. അപ്പൊ അതും അവര് അരിച്ച് പറക്കി അവരുടേതായ ആൾക്കാരുടെ പരാതികൾ മാത്രം കേൾക്കും. അപ്പോൾ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാണ് ഇത് മുഴുവൻ നടക്കുക എന്ന് പറയുന്നുണ്ട്. റെക്കോർഡ് ചെയ്യും കേട്ടോ. 48 മണിക്കൂറിനുള്ളിൽ നമുക്കതിൻ്റെ മറുപടിയും വരും. മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് നേരിട്ട് കേൾക്കാൻ പറ്റുക? 24 മണിക്കൂർ അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റുമോ? അപ്പോൾ ഈ ഇലക്ഷൻ വന്നു. 2 months അവയാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. ആ സമയം നോക്കിയിട്ട് ഇതുവരെ മിണ്ടാണ്ടിരുന്ന മുഖ്യമന്ത്രി എന്തിനാണ് ഇപ്പം എൻ്റെ കൂടെ വരുന്നത്? എനിക്ക് പേടി തോന്നുന്നു. എന്തൊക്കെയാണ് ഇയാൾ വെറുതെ പറഞ്ഞു കൂട്ടാൻ പോകുന്നത്? അത് കേട്ട് വിശ്വസിക്കാൻ പാവപ്പെട്ട കുറേ മനുഷ്യരും. ഞാൻ ഇന്നലെ അവരോട് പറഞ്ഞു, ഞാനൊരു ഡിവിഷൻ കൗൺസിലർ, വേറെ പാർട്ടിയുടെ BJPയുടെ കൗൺസിലറാണ്. പക്ഷേ എൻ്റെ ഡിവിഷനിൽ നിങ്ങളുടെ ആശയത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കും കൂടെ നല്ലതിന് വേണ്ടിയിട്ടാണ് സെൻട്രൽ ഗവൺമെൻറ് CSR ഫണ്ട് തരുന്നത്, അല്ലെങ്കിൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് അവർ CSR ഫണ്ടുകൾ തരുന്നത് അവരുടെയും കൂടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോടൊപ്പം മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന് പറയുമ്പോൾ ഓരോ CPM കാരനോടൊപ്പം എന്നാണ് നമ്മൾ അതിൽ ഇതാക്കേണ്ടത്. ഈ പ്രളയം കഴിഞ്ഞിട്ട് പ്രിയൻ വിശ്വസിക്കൂല കേട്ടോ, ഞാൻ കളമശ്ശേരിയിൽ കുന്നുകര എന്ന് പറയുന്ന ഒരു കുറച്ച് SC വിഭാഗങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ക്യാമ്പിൽ പോയപ്പോൾ ഒരു ചുമന്ന മാരുതി കാർ ഓടിച്ച ഒരാൾ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ലോക്കൽ കമ്മിറ്റി അംഗമാണ് കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആണോ, നമുക്കൊന്നും പരിചയപ്പെടായിരുന്നല്ലോ. അല്ല, അത് അദ്ദേഹത്തിന് പ്രളയം വീട്ടിൽ കയറിയതിന് കിട്ടിയ പൈസ വെച്ച് മേടിച്ച കാറാണ്. പക്ഷെ ചേച്ചി, ഒരു തുള്ളി വെള്ളം പോലും അവിടെ കയറിയിട്ടില്ല. ഞാനല്ലേ ആള്, ഞാൻ പുറകെ ചെന്നു. അപ്പോൾ അദ്ദേഹം, അതെ, അതാണ് എൻ്റെ പാർട്ടിയുടെ കരുതൽ. ഇനി പ്രളയം വരുമ്പോൾ എനിക്ക് കുടുംബവുമായിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പാർട്ടി ഒരുക്കി തന്ന സേവനമാണിത്. എൻ്റെ പ്രിയൻ, എന്താണിത്? 10,000 രൂപ കിട്ടാണ്ട് മനുഷ്യർ തഴങ്ങു വിലങ്ങ് ഓടുമ്പോൾ വെള്ളം അടുത്തുപോലും വരാത്ത ഒരു ലോക്കൽ കമ്മിറ്റി അംഗത്തിന് കാശ് കൊടുത്ത് അദ്ദേഹത്തിന് പുതിയ ബ്രാൻഡ് ന്യൂ ചുമന്ന നിറത്തിലെ മാരുതി കാർ മേടിക്കാൻ പറ്റിയെന്ന് പറയുമ്പോൾ പ്രിയൻ ഇപ്പം ചിരിച്ചു. എനിക്ക് ചിരിയല്ല വന്നത്. ഇതാണോ ഇവർ പറയുന്ന മനുഷ്യത്വം, സോഷ്യലിസം? എല്ലാവരുടെയും വീട്ടിലും വെള്ളം കയറി, എല്ലാവരുടെയും വീട്ടിൽ ചെളി വന്നു. മുഖ്യമന്ത്രി എവിടെയായിരുന്നു? മുഖ്യമന്ത്രി എവിടെ പോയി ഒളിച്ചിരിക്കുകയായിരുന്നു? ഏതെങ്കിലും ഒരു ക്യാമ്പിൽ ഈ DYFIക്കാര് ഡെസ്കും ബെഞ്ചൂട്ടിരുന്ന് ഓരോരുത്തരെയും അവരുടെ പാർട്ടി നോക്കി സഹായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ടതാണ്. മഹിളാ മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു ഞാൻ ആ സമയത്ത്. ഓരോ സ്ഥലത്തും ഇവിടെ ഇറക്കാൻ പറ്റില്ല, അമ്മ ഇവിടെ ഇറക്കും. അല്ല, ഞങ്ങൾ നിങ്ങളെടുത്ത് കായലിലേക്ക് എറിയും, എനിക്ക് നീന്താൻ അറിയാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഏതെങ്കിലും വെള്ളം വന്നതിനെ രക്ഷപ്പെടുത്തുള്ളൂ. അത്രമാത്രം ധാർഷ്ട്യത്തോട് പെരുമാറിയ ഒരു യുവജന വിഭാഗത്തിൻ്റെ നേതാവിന് ഇലക്ഷൻ അടുത്തിരിക്കുന്ന സമയത്ത് എങ്ങനെ മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന് പറയുമ്പോൾ നമ്മളതിൽ നിന്ന് രക്ഷയായിട്ട് എന്താ കരുതേണ്ടത്? ആരോടൊപ്പമാണ്? ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ചെയ്യാൻ പോകുന്നുണ്ട്. പ്രിയൻ, നിങ്ങളുടെ ചാനലിൽ അതിനുള്ള ഇത് സമ്മതിക്കുമെന്ന് അറിയില്ല. ലെറ്റ് us call for the people who have not received 10,000 rupees so far. 6-8 കൊല്ലം ആവാറായി. ഇതുവരെ കിട്ടാത്ത ആൾക്കാരെ എനിക്കറിയാം. നമ്മൾ അപ്രോച്ച് ചെയ്യാൻ പറയൂ, ആദ്യം മുഖ്യമന്ത്രി എന്നോടൊപ്പം ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ശരിയല്ലേ? ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്നവർ ABC ചാനലുമായിട്ട് ബന്ധപ്പെടും. നിങ്ങൾക്ക് 10,000 രൂപ കിട്ടിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ ആവശ്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചിട്ട് വന്നിട്ടില്ലെങ്കിൽ, ഈ ഇടയ്ക്കൊരു അദാലത്ത് ഉണ്ടായിരുന്നു. എത്ര പേരാണ് വന്നത്? പട്ടയത്തിൽ ഒരു അക്ഷരം അങ്ങോട്ട് മാറിയിരിക്കുന്നു. എൻ്റെ അമ്മായിയമ്മ ഇത്രയും നാളും സരസ്വതി S. മേനോനായിരുന്നു കേട്ടോ. പെട്ടെന്ന് ആ ബില്ല് എഴുതുന്ന ആൾക്ക് തോന്നിയത് J ആക്കിയാൽ എങ്ങനെ ഉണ്ടാവുന്നു. ഇപ്പം ഞങ്ങൾക്ക് കരമടയ്ക്കാൻ പറ്റില്ല, സരസ്വതി J. മേനോനാക്കി അവർ വെച്ചു. ഇതുപോലത്തെ കാര്യങ്ങൾക്ക് പോലും മനുഷ്യരോട് യാതൊരു കരുണയോട് പെരുമാറാത്ത ആൾക്കാർ. എൻ്റെ അമ്മ ഒരു എല്ലാവർക്കും അറിയാം, ഡോക്ടർ വിജയലക്ഷ്മി മേനോൻ, അച്ഛനെ എല്ലാവർക്കും അറിയാം. SCS മേനോൻ, ശ്രീകണ്ഠത്ത് ചന്ദ്രശേഖർ മേനോൻ, വലിയ ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു. അമ്മയുടെ ആധാർ കാർഡ് വന്നിരിക്കുന്നത് SES മേനോൻ, ഭർത്താവിൻ്റെ പേര് എന്ത് ഈശ്വര മേനോനോ. അമ്മ വിളിച്ചു, വയസ്സായിട്ടോ അമ്മയ്ക്ക്. അതിപ്പോൾ ഇത്രയൊക്കെ പ്രായമായില്ലേ, പിന്നെന്താന്ന്? അമ്മ പറഞ്ഞു, എക്സാക്ട്ലി ഈ പ്രായത്തിൽ എനിക്ക് ഭർത്താവിനെ മാറ്റാൻ പറ്റില്ല.
മാത്രമല്ല എനിക്ക് ചന്ദ്രശേഖരൻ മേനോനെ മാറ്റണമെന്ന് ആഗ്രഹവും ഇല്ല. അവരൊരു ഇനി എന്തിനാ നോക്കണം, ഇത്രയും പ്രായമായില്ലേന്ന്. ഇങ്ങനെയൊരു ധാർഷ്ട്യത്തിലും പുച്ഛത്തിലും സംസാരിക്കുന്ന ആളുകളെയും വെച്ച് മുഖ്യമന്ത്രി CM എനിക്കൊപ്പം ഒന്ന് പറഞ്ഞുകൊണ്ട് നടക്കാൻ ഒരു ഉളിപ്പുമില്ല. അത്രയ്ക്ക് തൊലിക്കട്ടിയുണ്ട്, അത്രയ്ക്ക് തൊലിക്കട്ടിയുണ്ട്. ഇന്നലെ ഞാൻ കോർപ്പറേഷൻ ഓഫീസിൽ ഇപ്പം നിരന്ന് നിൽക്കുകയാണ് ആൾക്കാർ ടാക്സ് അടയ്ക്കാൻ. 2 കൗണ്ടറാണ് ഓപ്പൺ ആയിട്ട് വെച്ചിരിക്കുന്നത്. വയസ്സായ ആൾക്കാരൊക്കെ. ഇവരെയൊക്കെ എൻ്റെ പ്രിയൻ പറയുകയാണെങ്കിൽ നമ്മൾ കുറേയധികം നമ്മൾ പറഞ്ഞു. പക്ഷെ നമ്മൾ മുഖ്യമന്ത്രിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ CPM ഭരിക്കുന്ന ഒരു കോർപ്പറേഷനിലാണ് ഇത് മാത്രമുള്ള പ്രശ്നങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇവരെന്തിനാണ് മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന് പറയുന്നത്? മുഖ്യമന്ത്രി ആരോടൊപ്പം നമുക്ക് ആദ്യം അറിയാം, കുഞ്ഞിനോടൊപ്പം. എവിടെ പോയാലും കുഞ്ഞിനെടുത്ത് ഭാര്യയും ഭർത്താവും കൂടെ ഒക്കത്ത് വെക്കുമല്ലോ. കമലാൻറ്റിയോടൊപ്പം. കമല ഹാരിസ് ഇല്ലേ, എനിക്ക് ശരിക്കും കണ്ട ഈ കമല കണ്ട അവരെ തോന്നുന്നു. ബഹു കമലയെ കണ്ടാൽ അതാണ് തോന്നുന്നത് കേട്ടോ. മുഖ്യമന്ത്രിയുടെ ഭാര്യയെ നമ്മൾ അങ്ങനെ ആദരവോടെ വിളിക്കുന്നത് എന്താ പ്രിയൻ? ബഹു കമലയെ കണ്ടപ്പോൾ എനിക്ക് അതാണ് തോന്നിയത്. പാൻറ് ഷർട്ടൊക്കെ ഇട്ട് ഇവരെന്ത് സോഷ്യലിസ്റ്റാണ്. എത്ര പേർക്ക് പാൻറ് ഷർട്ടൊക്കെ ഇടാൻ പറ്റും? ഒരു വെറുതെ ജനങ്ങളിൽ സോഷ്യലിസം എന്നും പറഞ്ഞിട്ട് കുറേ പേർക്ക് ജോലി കൊടുക്കാണ്ട് ജയ വിളിക്കാൻ വേണ്ടി ഇരിക്കുക. മിനിഞ്ഞാന്ന് ആ പുഷ്പൻ്റെ ഇതായിരുന്നു, ആണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ, ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയുന്നു, അദ്ദേഹം അവിടെ കിടന്ന് മരിച്ചു. അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്കും അച്ഛനും നല്ല സുന്ദരനായൊരു ചെറുപ്പക്കാരൻ, എന്ത് നിലയിലെത്തി കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കേണ്ട ഒരു വ്യക്തി. എന്നിട്ട് ഈ വീണക്കുട്ടി എവിടെയാണ് പഠിച്ചത്? കുഞ്ഞനന്തൻ ബെർലിൻ്റെ ഇതിലുണ്ട്. അദ്ദേഹമാണ് പോയി കാത്തു ഇരുന്ന് ഇവരെ പിടിച്ച് പാലക്കാട് ഇറക്കി കൊണ്ടുപോയി അമൃതാനന്ദമയ്യയുടെ അവിടെ പഠിച്ച്. അപ്പം അമൃതാനന്ദമയ്യൊക്കെ അപ്പം ആദരിക്കാനറിയാം സ്വന്തം കാര്യത്തിന്. ദൈവമില്ല, ഇതൊക്കെ മിഥ്യയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എന്താണ് എന്ത് ദൈവങ്ങളെന്ന് അവർ പറയാ, അന്നൊക്കെ പറയുന്ന ആൾക്കാർ സ്വന്തം കാര്യത്തിന് വേണ്ടി അല്ല അമ്മയുടെ കാലും, സോറി സ്റ്റാൻഡ് കറക്റ്റ്, എന്താണ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലായി. അപ്പോൾ സ്വന്തം മകളെയൊക്കെ ഈ ഇതിൽ പഠിപ്പിച്ചതിന് ശേഷം സാധാരണ ആൺകുട്ടികൾ എത്ര പേര് മരിച്ചവരങ്ങ് പോയി എന്ന് നമുക്ക് വിചാരിക്കാം. ആ കിടന്ന കുഞ്ഞിൻ്റെ കഷ്ടം കണ്ടു നിൽക്കുന്ന അച്ഛനും അമ്മയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കും. ആർക്കു വേണ്ടി എന്ത് നേടി? എന്നിട്ട് പിന്നെ ഇവർ എല്ലാവർക്കും തുറന്നു കൊടുത്ത് ഓരോ കോളേജ് തുറക്കാനും ആവശ്യത്തിലധികം പൈസ മേടിച്ച് എല്ലാവരും കോടീശ്വരന്മാരായി. പ്രിയൻ ഈ ഇടയ്ക്ക് കേട്ടിട്ടുണ്ടോ, നമ്മുടെ ജേക്കബ് പറഞ്ഞു ഒരു സെക്രട്ടറിയുടെ മകനോട് സെക്രട്ടറിയോട് പറഞ്ഞു അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ തൻ്റെ മകൻ അന്ന് 2000 എന്തോ കാണിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ഫയല് പൊടി തട്ടിയെടുക്കുന്നു. അതോടെ അങ്ങയുടെ വായിൽ ക്ലിപ്പിട്ടു. അപ്പം ഈ കൊടിയേരിയുടെ മക്കൾ എന്താ കാണിച്ചിരുന്നേ? ബീഹാർ വരെ പോയി അല്ലേ? 2 ആൺമക്കളും കൊടിയേരിയുടെ എന്താ കാണിച്ചിരുന്നത്? ഇപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ പിണറായിയുടെ മകളാണെങ്കിൽ എന്താ കാണിക്കുന്നത്? എല്ലാ നേതാക്കന്മാരുടെയും മക്കൾക്കും അവരുടേതായ ഒരു സാമ്രാജ്യം അവരുണ്ടാക്കിയിട്ടുണ്ട്. ഇനി എന്ത് പറ്റിയാലും ഒരു കുഴപ്പമില്ല എന്നുള്ള മട്ടിൽ അത്രയധികം രൂപ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന് പറയാൻ എനിക്ക് ഇത്തിരി ഉളുപ്പുണ്ട്. എൻ്റെ കൂടെ വേണ്ട. പ്രിയൻ്റെ കൂടെ വേണോ? വേണ്ട, ഒരിക്കലും വേണ്ട. എൻ്റെ കൂടെ വേണ്ട. ഇവിടെ ഈ പറയുന്ന സംവിധാനങ്ങളെ നേരെ ചൊവ്വേ കൊണ്ടുപോകാൻ കഴിവില്ലാത്തത് കൊണ്ടല്ലേ ഈ പ്രഹസനങ്ങൾ കാണിക്കേണ്ടി വരുന്നത്. പക്ഷെ ഇവിടുത്തെ ഓഫീസർമാർക്കുണ്ടല്ലോ കുറച്ചൊക്കെ നല്ല ഡിലിജൻ്റ് ആയിട്ടുള്ള ഓഫീസേഴ്സാണ്. പക്ഷേ ഇവരെ പ്രവർത്തിക്കാൻ സമ്മതിക്കില്ല. അവരുടെ ഒരു സെറ്റ് ഓഫ് ആൾക്കാരുടെ പാർട്ടിയിൽ നിന്ന് തന്നെ വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെല്ലാം ഒതുക്കിക്കളയും. പ്രത്യേകിച്ച് ഈ 10 കൊല്ലം ഇരുന്നതിന് ശേഷമാണോ അദ്ദേഹത്തിന് തോന്നുന്നത് ജനങ്ങളോടൊപ്പം നിൽക്കണമെന്ന്? 10 വർഷം അദ്ദേഹം എന്ത് ചെയ്യായിരുന്നു? ഒന്ന് ആലോചിച്ച് നോക്കും. ബുദ്ധിയുള്ള മനുഷ്യരല്ലേ. 10 കൊല്ലം പ്രവർത്തിച്ചതിന് മുഖ്യമന്ത്രി ആയിരുന്നതിന് ശേഷം ഈ 9.5 കൊല്ലം അവസാനിക്കാൻ പോകുന്ന സമയത്താണോ നമ്മളോടൊപ്പം നിൽക്കാൻ അദ്ദേഹത്തിന് തോന്നിയത്? ഇത്രയും നാൾ അദ്ദേഹം ആരോടൊപ്പമായിരുന്നു? നമുക്കൊന്നും അരിയാഹാരം തന്നെയല്ലേ നമ്മളും കഴിക്കുന്നത്. ഏതോ ഒരു ഏജൻസി കൊണ്ടുവന്ന സാധനം വെച്ചിട്ട് ഒരു അശ്വതി എന്ന് പറഞ്ഞ കുട്ടി എടുത്തിട്ട് എൻ്റെ അടുത്ത് ഏത് ജില്ലയുടെ കൗൺസിലറാണെന്ന് ചോദിച്ചാൽ അതും നമ്മൾ കേൾക്കണം. ആ കുട്ടി ഒക്കെ റെക്കോർഡാണെന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് അത് നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഇതൊരു തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളുടെയും ഒരു ചെറിയ ചെപ്പിടി വിദ്യ അല്ലെങ്കിൽ കണ്ണുകെട്ട് വിദ്യയോ നാടകം മാത്രമാണ്. ഇതിൽ നിന്നൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ജനങ്ങളെ, പ്രിയപ്പെട്ട ജനങ്ങളെ ഇത് കണ്ട് നമ്മൾ വിളിച്ചാൽ അവർക്ക് തോന്നുമ്പോൾ എടുക്കും,
ഞാനും മകനും മാറി വിളിച്ചിട്ട് 3.5 മണിക്ക് എടുത്തു കേട്ടോ. അപ്പം TV-യിൽ വന്നപ്പം മുതൽ ഞാൻ കാണാൻ തുടങ്ങിയതാണ്. എന്തുകൊണ്ട് ബാക്കി ചാനലുകളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഇതൊരു വെറും പ്രഹസനമാണെന്നോ അല്ലെങ്കിൽ CPM-കാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു പദ്ധതിയാണെന്നോ അവർക്ക് തോന്നിയിട്ടുണ്ടാകാം. 9.5 കൊല്ലത്തിൽ 9 വർഷവും 6 മാസവും കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിക്ക് നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിന് പുറകിലുള്ള അദ്ദേഹത്തിൻ്റെ കപടത നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കും. അത് വച്ച് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ യു ആർ ഓൾവേസ് വെൽക്കം ടു അപ്രോച്ചസ്. വി വിൽ മേക്ക് ഷുവർ ദാറ്റ് ഈസ് ടേക്കൺ അപ്പ് വിത്ത് ദ സെൻട്രൽ ഗവൺമെൻറ്. ഒരു കാര്യം കൂടെ പറയട്ടെ, പ്രധാനമന്ത്രി വന്ന ഉടനെ തുടങ്ങിയതാണ് mygov.in. 48 മണിക്കൂറല്ല, ഒരാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് കൃത്യമായി മറുപടി കിട്ടും. ഇപ്പോൾ 11 വർഷമായിട്ട് ആ പോർട്ടൽ നന്നായി വർക്ക് ചെയ്യുന്നു. ഇപ്പം ഇവർക്ക് 9 വർഷവും 6 മാസവും കഴിഞ്ഞപ്പോഴാണ് ഇത് തോന്നുന്നത്. വന്നപ്പം തുടങ്ങിയതാണ് നമ്മുടെ കേന്ദ്രത്തിൽ. നമ്മളുടെ പ്രധാനമന്ത്രി 11 വർഷം മുമ്പ് ശ്രീ നരേന്ദ്രമോദിജി അധികാരത്തിൽ വന്നപ്പോൾ തുടങ്ങിയ സൈറ്റാണ് mygov.in. എൻ്റെ ഭർത്താവിന് വളരെ അനുഭവസ്ഥനാണ്. കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അയച്ചാൽ മതി, നമുക്ക് മറുപടി കിട്ടും. ആദ്യത്തെ വർഷം തുടങ്ങി ഇപ്പോഴും നന്നായി നടക്കുന്നു. ഇത് 9 വർഷവും 6 മാസവും കഴിഞ്ഞ് നമ്മൾ ഇലക്ഷനിലേക്ക് പോകാമെന്ന സമയത്താണോ ഇദ്ദേഹത്തിന് നമ്മളോടൊപ്പം എന്നോടൊപ്പം നിൽക്കാൻ തോന്നിയത്, പ്രിയനോടൊപ്പം നിൽക്കാൻ തോന്നിയത്, അല്ലെങ്കിൽ നമ്മുടെ ക്യാമറയുടെ സന്ദീപ് ജിയോടൊപ്പം നിൽക്കാൻ തോന്നിയത്? ഇത്രയും നാൾ അദ്ദേഹത്തിൻ്റെ മനസ്സെവിടെയായിരുന്നു? കാശുണ്ടാക്കാൻ വീണയോടൊപ്പം അല്ലെങ്കിൽ നമ്മുടെ ചേച്ചിയമ്മയോടൊപ്പം ഒക്കെ ആയിരുന്നോ അദ്ദേഹത്തിൻ്റെ മനസ്സ്? ഇപ്പോഴാണ് നമ്മളെക്കുറിച്ച് ഓർമ്മ വന്നത്. പ്രിയൻ ഇതൊരു തട്ടിപ്പാണ്. ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി അരിയാഹാരം കഴിക്കുന്ന 100% അഭ്യസ്തവിദ്യരായ മലയാളികൾക്ക് കഴിയുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.